അസ്തമാനോ അന്നരം വരുത്തൽ എൻ്റെ മകളാവർത്തദേവോ അന്നരം വരുത്തൽ എൻ്റെ മകളാവർത്തദേവോ അന്നരം വരുത്തൽ എൻ്റെ മകളാവർത്തദേവോ ആദിയായ അനാദിയായ ആദിമധ്യാദ്രൂപനായി ബൃഹസ്തംഭ ചരാചര വർഗസ്തമനായ വർഗങ്ങൾക്ക് ആശ്രയഭൂതനായി പ്രണവത്തിൽ സ്ഥിതി ചെയ്തു പോലും കാലത്തിങ്കൾ അതിൽ നിന്നും മായാശക്തിയെ വേർപെടുത്തിയരക്ഷാകാരണഭൂതനായി ത്രിമൂർത്തി ഭാവം കൽപ്പിച്ച് ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരായി നടന്നു പോന്നു. രജോ ഗുണത്തെ ആശ്രയിച്ചു സൃഷ്ടിപ്പാനായിക്കൊണ്ട് ബ്രഹ്മദേവനായിട്ടും തത്വഗുണത്തെ ആശ്രയിച്ച് സംരക്ഷിക്കാൻ മഹാവിഷ്ണുവായിട്ടും തമോ ഗുണത്തെ ആശ്രയിച്ച് സംഹരിക്കാൻ പരമശിവനായിട്ടും അങ്ങനെ നിലനിന്നു പോരുന്ന ആ കാലങ്ങളിൽ അധർമ്മവും സജ്ജനതയും വർദ്ധിച്ചു പോകുന്നു. ഈ ദുഷ്ടതകളെല്ലാം ചെയ്യുന്ന അസുരന്മാരെ നിഗ്രഹിപ്പാനായിക്കൊണ്ട് ദ്വാപരകലി എന്നിങ്ങനെ 4 യുഗത്തിങ്കൾ ദശാവതാരം എടുത്തു പോരേണമെന്ന് കരുതി അങ്ങനെ ശേഷം കൃഷ്ണനായി അവതരിച്ചു. പാടിയിൽ തുറന്നു, ദ്വാരകയിൽ വളർന്നു, വംശാദികളെ നിഗ്രഹിച്ചു. ഭാരതൻ സാരഥിയായി പോയി ക്ഷേത്രത്തിൽ വെച്ചു. ധർമ്മ സംസ്ഥാപനാർത്ഥം ഭാരത യുദ്ധം വിജയിപ്പിച്ചു. പിന്നെ കലിമലം കളയുവാനായിക്കൊണ്ട് സത്യത്തെയും ധർമ്മത്തെയും നിലനിർത്താൻ വാർത്തന ഉപദേശിച്ചതുപോലെ എന്റെ 4ാമത്തെ അവതാരമായിരിക്കുന്ന നരസിംഹാമൂർത്തിയെ നരന്മാർക്ക് വിവാഹിച്ചു പോരാൻ തക്കവണ്ണം അന്ന് പുലിമുട്ടും കരവേൽക്കുന്നു. തലവനായിരിക്കുന്ന പുലിക്കിടാവിന്റെ മുഴുകേറി പുലിവാൾ പിടിച്ച് പ്രത്യക്ഷതായി നിലനിന്നു പോന്നു. അന്ന് ഇറക്കോർക്കോട്ടം പറങ്കി പള്ളിയാന വാതിൽ പുത്തിരാട് പുലാമരിക്കടവും കടന്ന് ചന്ദ്രശേഖരൻ കത്തിച്ചു വെച്ചാധിപത്തിന് വിഴാധാരമായി നിലനിന്നു പോന്നു. 3.5 കോടി തുളുവരുടെ ആരാധനയിൽ പുലിഭൂതനായി നിന്നു. തുളുനാട് വിട്ട് മലയാള ഭാഷയിലേക്ക് എടുത്തു പോരേണമെന്ന് കരുതി അന്നേരം ഒന്നാൾ നാട്ടിൽ പഴച്ച വാളിന്തായി കണ്ടെന്ന് ചെപ്പില്ലം കോഴിക്കുടിപ്പാട് വിഴാധാരമാക്കി സൂക്ഷിച്ചു പോരുന്ന കണ്ടനെ നാട് കാട്ടി വീട് കാട്ടി വെച്ചകഞ്ഞി ഉടുപ്പിച്ചു. കുടിച്ചകഞ്ഞിയുടെ അഭിമാനത്തെ പ്രയത്നിച്ചു പോരേണമെന്ന് കരുതി അങ്ങനെ നിദ്രയിൽ സ്വപ്നത്തെ കാട്ടിക്കൊടുത്തു കണ്ണനെ. അന്ന് കദളിക്കുളം മുൻഭേദമായിട്ട് മുഖലാളനം ചെയ്തു പോരുന്ന കണ്ണനെ കൃഷ്ണനായി പോരൂ കുറുവാട്ടുകുറുപ്പ് വെട്ടികളച്ഛേദം ചെയ്തു. അല്ലേ കോവരെ? അത് പ്രസിദ്ധമായുള്ള ഒരു കദളിക്കുളത്തിന്റെ കൽപ്പടവിൽ വെച്ച് ആ അനുഭവത്തിങ്കൽ ഗാംഭീര്യത്തോടുകൂടി എൻ്റെ വലുതായി കണ്ണനെ ശിരസർത്തു. അല്ലേ? അന്ന് എരിഞ്ഞവളങ്ങാടിക്കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠമായ സ്ഥിതി ഉറപ്പിച്ചു പോകുമല്ലോ. അല്ലേ? ആയതുകൊണ്ട് ഏതൊരു കാലം ചുരുക്കി നോക്കട്ടെ വരെ ഏതൊരു കാലം ഏതൊരു പുരുഷാന്തരകാലം നിറഞ്ഞില്ല. ഭൂമി കുടിഞ്ഞണം സമുദ്രം നിന്ന് പോകുന്ന പ്രകാരം താളിക്കാവ് കന്യരാസ്ഥാനം ഭേദമായിട്ട് എനിക്കിരിക്കാൻ ശ്രീപീഠവും പിടിക്കാൻ ശിലവും ജലഗന്ധ പുഷ്പഹോമ ധൂപ നിവേദ്യാദി കർമ്മങ്ങളും ചെയ്തു പോന്നു. അല്ലേ? ആയതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സന്തതിക്കും തറവാട്ടിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കോട്ടം തൊട്ടാൽ അക്കവണ്ണം സന്താനങ്ങളോട് ഒരുമിച്ച് കുടുംബീകൃതമായിട്ട് ഐശ്വര്യ സമ്പൽ സമൃദ്ധിയോടുകൂടി തന്നെ വന്നു ചേരാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തന്നാ പോരെ. സന്തോഷമല്ലേ? അനവൃതമായിട്ട് വിശേഷിക്കുന്നില്ല ഭഗവാൻ. കേട്ടുവാ യാമങ്ങൾ കടന്നു പോകും. ഇല്ലേ കോമരെ? കല്ലാടിമാരെടുത്തു എൻ്റെ 9 കല്ലാടിമാരെടുത്തു. കല്ലാടിമാരെ യാമങ്ങൾ കടന്നുപോയി എങ്കിലും എൻ്റെ കല്ലാടിയോരോട് അല്പം വിശേഷിക്കട്ടെ. കേട്ടുവാ കല്ലാടിമാരെ ഒട്ട് എടുക്ക്. പൂങ്കാവ് കൻ്റെ ആസ്ഥാനം ഭേദമായിട്ട് ഒട്ടുക മുന്തലക്കിരിപ്പാനും മുണ്ടണ്ട് പിടിപ്പാനുള്ള സൗഭാഗ്യം ഭഗവാൻ തന്നിട്ടില്ലേ? കൊടുവാ എടുക്ക് ഇരിക്കട്ടെ. ഒക്കതിനാലും സർവീശ്വരമായിരിക്കുന്ന ഭഗവാന്റെ കൃപാകടാക്ഷം. അല്ലേ? ഇരിക്കട്ടെ. ഒക്കതിനാലും ഇന്നത്തെ ദിവസം ഭേദമായിട്ട് യോഗഭാഗ്യത്തോടുകൂടി ഈ സ്ഥാനത്ത് കൈയെടുത്തു. അല്ലേ? സർവീശ്വരമായിരിക്കുന്ന ഞങ്ങളേവരെയും നിങ്ങൾ കൊണ്ട് കൂട്ടിയിരിക്കുന്ന ചണ്ട ചേറാങ്കലം. അല്ലേ? അനവൃതമായിട്ട് വിശേഷിക്കാനുണ്ട്. അല്ലേ? ദേവന്മാർക്ക് ദേവലോകത്തമരാവരം, മനുഷ്യന്മാർക്ക് മനുഷ്യലോകത്ത് ദേവരാവരം. ദേവന്മാർ ആടിപ്പടിക്കളിക്കും ഭേരുകാരണ ഭേരുകാവ് കൃതാളം ഗ്രഹം പങ്കോകരണവാദ്യം
അസുരനാമാഗ്നി അസുരഭി സിന്ധുബി കിന്നരി സ്വരമണ്ഡലി മുഖവീണ മുരളികാകളി ബീര് ഡക്കടി എന്നിവ ഇടുക്ക വാടകം കീച്ചേരി തവിലി വീരമന്ദളം എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന വാദ്യങ്ങളെ കൊണ്ടും സാവേരി അസാവേരി ഗ്രഹണപ്രിയ ശങ്കരാഭരണം എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന രാഗങ്ങളെ കൊണ്ട് ദേവന്മാർ ദേവലോകത്ത് നൃത്യനാട്യത്തെ അവതരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇല്ല കല്ലാടി? അതേ പ്രകാരം എൻ്റെ കല്ലാടിമാർ അമരക്കാരനല്ലേ? എവിടെ കൈയെടുത്താലും അല്ലേ എൻ്റെ കല്ലാടിമാർ കൊണ്ടുകൂട്ടി പ്രവർത്തിച്ച ചണ്ട് കൂൺകുഴൽ എളുത്താളം അല്ലേ എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന വാദ്യങ്ങളെ കൊണ്ടും ബലഹരി മോഹനം സിദ്ധു തോടി ഭൈരവി എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന രാഗങ്ങളെ കൊണ്ടും ഭഗവാൻ അല്ലേ സപ്തഗീതവും സ്വർണ്ണവർണ്ണമൊത്തിണങ്ങിയ സ്വർണ്ണമന്ദിരത്തിങ്കൽ പഞ്ചവർണ്ണത്തെ പോലെ മാറിക്കളിച്ചു കേട്ടോ. അതുകൊണ്ട് എൻ്റെ കല്ലാടിമാർ എവിടെ കൈയെടുക്കുന്ന കാലത്തും അയ്യോ എൻ്റെ ഭഗവാനെ എന്ന് ഇടതിഞ്ഞ് കലങ്ങി വിളിക്കുന്ന കാലങ്ങളിൽ ശുക്രമാമിനിയുടെ ജഡത്തിങ്കൽ നിന്നും കജൻ വിളികേട്ട പ്രകാരം കേട്ടുപോ കടക്കണ്ണ് കലങ്ങാതക്കവണ്ണ എൻ്റെ ഒമ്പതിലും കല്ലാടിമാർ സർവ്വതേജസ്സോടും കൂടി വാഴാനുള്ള സൗഭാഗ്യം ഭഗവാൻ തന്നാപ്പരെ ഇരിക്കട്ടെ. കോമരേ ചേരമാൻ കെട്ടിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നതായ വീരരാജ പുതുപ്പണമല്ലേ ഇരിക്കട്ടെ. അതിനാൽ എവർക്കും തന്നോട് നുള്ളിക്കൊടുത്താ ജനനത്തിനും മരണത്തിനും സാക്ഷിയായിരിക്കുന്നത് തന്നോട് അല്ലേ അനുവൃതമായിട്ട് വിശേഷിക്കുന്നില്ല ഭഗവാൻ കേട്ടോ. അതുകൊണ്ട് ഇരിക്കട്ടെ. ഒക്കെന്നാലും വിഷ്ണു സായുജ്യത്തെ ലഭിക്കണം അല്ലേ അതല്ലേ വേണ്ടത് നിങ്ങൾക്ക്. അതുകൊണ്ട് ഗോവിന്ദ കേശവ ജനാർദ്ദന വാസുദേവ വിശ്വവിശ്വൈക മധുസൂദന വിശ്വരൂപ ശ്രീ പത്മനാഭ പുരുഷോത്തമ ഉത്കരാക്ഷ എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന നാമങ്ങളെ കൊണ്ട് അതുകൊണ്ട് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കർത്തൃഭൂതനും ഉദ്യാനകാലം ബ്രഹ്മസ്വരൂപം ശാനാന്തം വിഷ്ണു സ്വരൂപം മധ്യാഹ്നം അധ്യാരോടെ പ്രാപ്തനായിട്ട് നിലനിന്ന് ഓടുന്ന കാലങ്ങളിൽ അല്ലേ സർവ്വവിധ ഐശ്വര്യ തേജസ്സോടുകൂടി സൂക്ഷ്മ കാരണവത്തായിരിക്കുന്ന വസ്തുവെ മൂലവത്തിങ്കൽ ലയിപ്പിച്ച് അല്ലേ ശ്രീപാൽക്കടൽ മധ്യത്തിങ്കൽ ശ്രീ അനന്ത ഭടശരത്തുമ്മൽ പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ഞാൻ നന്ദഗോപണത്തിങ്കൽ കൃഷ്ണനായി അവതരിച്ചു. അന്ന് ഗോപാലകരാകും വിഷത്തിങ്കൽ ദേവേന്ദ്രൻ മഹാമാരി വസ്തു ഗോവിന്ദഗിരിയോടൊക്കെ ചക്രമാക്കി ഗോപന്മാരെയും ഗോകുലവാസികളെയും രക്ഷിച്ചു പോകുന്ന പ്രകാരം ഏവരെയും സംരക്ഷിച്ചു പോകാൻ ഭഗവാൻ കേട്ടോ. അതുകൊണ്ട് സന്തോഷമായിട്ട് ഈ അമനായ വിഗ്രഹം അല്ലേ കൂടി കാണാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചുകൊണ്ട്